വാ. ഞാൻ പറഞ്ഞതാ പോണ്ടാന്ന്. വിളക്ക് വെച്ച് നാമം ചെല്ലണമെന്ന് എന്നും പറയണോ? അമ്മേ അമ്മേ, ഇപ്പൊ പഴയത് അമ്മാമ്മയാ. ചെല്ല്, മുത്തശ്ശി വിളിക്കുന്നു. അമ്മാമ്മയുടെ സ്വരം ഇപ്പോഴും എന്തു സുഖ. ഓ, കൈ കഴിച്ചു. എത്ര നേരമായത്? ഇന്നിപ്പോ ഇത്രയല്ലേ ഉള്ളൂ. പണ്ടൊക്കെ 7 ദിവസമായിരുന്നു കളവെഴുത്തും പാട്ടും. പായ വിരിച്ച അരിയും മഞ്ഞളും ഒക്കെ പൊടിച്ചു കൂട്ടുക. അന്നീതല്ല നെല്ല, ഭാഗമൊന്നും പിരിഞ്ഞിട്ടില്ല. 10,000 പറ നെല്ല് പാട്ടം വരും. ഇപ്പോ ഒരു ദിവസം തന്നെ നടത്താൻ ബാലം പെടണ പാട്. എന്നിട്ടും എന്താ ഗുണം? ഭഗവതി, അനുഭവിക്കാണ്ടിരിക്കുന്നത് എങ്ങനെയാ? ഭദ്രകാളിയോടല്ലേ കളിച്ചത്? മല്ലഞ്ചിറക്കാവില് വിഗ്രഹ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതേ. എന്തിനാ കിണറ്റിലെറിഞ്ഞത്? ഉങ്ക് അല്ലാണ്ടെന്താ? കളിക്കാൻ കണ്ടോരേടെ. എന്നിട്ട് എന്തായി? നട്ടഭ്രാന്ത് പിടിച്ച് ചത്തില്ലേ? എത്ര തലമുറ കഴിഞ്ഞു, എത്ര എണ്ണത്തിന് ഭ്രാന്ത് പിടിപ്പിച്ചു കൊന്നു. എന്നിട്ടും അടങ്ങിയ കോപം. എത്ര കുരുതി കഴിച്ചു, വഴിപാടുകൾ കഴിച്ചു. കൊല്ലം കളയെഴുതി മുടിയേറ്റ് നടത്തി. എന്നിട്ടും പോയോ ശാപം? ഇപ്പൊ ദേ മോളി കിടന്ന് നരയിക്കുന്നൊരെണ്ണം. എനിക്കും ഭ്രാന്ത് വരുമോ? അമ്മേ ഭഗവതി ദേവി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. നാരായണ 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 ആ താനായിരുന്നോ? കേറിയിരിക്കി. മക്കള് വിളക്കൊക്കെ കെടുത്തി അകത്തേക്ക് പോയിക്കോളൂ. രാമൻ കർത്താവ് വന്നു എന്ന് അച്ചമ്മയോട് പറയേ. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇപ്പോഴുണ്ടോ ചികിത്സ? മോശ, നാട്ടുവൈദ്യം ഒന്നും ആർക്കും ഒരു പറ്റില്ലാണ്ടായിരിക്കുക. ഇപ്പൊക്കെ ഈ ഗുളികയും ടോണിക്കും അല്ലേ. എന്നാലും തന്റെ നെല്ലിക്കാതാളത്തിന്റെ ഒപ്പം എത്തോ ഗുളിയും മരുന്നൊക്കെ. ശ്രീധരൻ എങ്ങനെ ഇളകിയതാ. തന്റെ 101 ആവർത്തിച്ച തളം വെച്ചപ്പോഴേ തണുത്തുള്ളൂ. അല്ല, ശ്രീധരൻ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത് മിണ്ടാട്ടേ ഇല്ല. 2 ദിവസമായി ഒച്ചയും പാട്ടൊക്കെ ഉണ്ട്. എത്ര നാള് കിടത്തി കഷ്ടപ്പെടുത്താവോ? ആ, അത് കഴിഞ്ഞാൽ ആർക്കാണാവോ? ബാലഗോപാലിനും ഗോപിനാഥനും മാത്രല്ലേ ഉള്ളൂ ഈ തലമുറയിലെ ആൺകുട്ടികളായിട്ട്. കാശില്ലാന്ന് വെച്ച് ചടങ്ങ് മുടക്കാൻ പറ്റുമോ? കാര്യങ്ങൾ നടക്കട്ടെ, വഴി നമുക്ക് ഉണ്ടാക്കാം. ഞാൻ എത്തിയിട്ടുണ്ട്. താനെന്നും പാതിരാക്കല്ലേ എത്തൂ? ഇതാ ഞാൻ കേറുന്നില്ല, രാവിലെ വരാം. ഉണ്ടിട്ട് പോടാ വെങ്ങാരാ. ഇല്ല, ഇറങ്ങാ. അല്ല, വെളിച്ചമല്ലോ. ഛേ, എന്തിനാത്? ബാലഗോപാലാ, ആ, എനിക്കുള്ള കൊട്ടൻ ചുക്കാത് വാങ്ങിയോ? ഇല്ല, മറന്നുപോയി. നീ മറക്കും. ഇങ്ങനെ ഒരാളുള്ള വിവരം നിനക്ക് ഓർമ്മയില്ല. കാല് കടച്ചിട്ട് വയ്യ. എവിടെ ഹരിക്കുട്ടൻ? അവൻ ഉറങ്ങി. മണിക്കുട്ടി, വാ. ആ, എവിടെ അടുത്താള്? എവിടെയാ പെണ്ണ്? സുമിത്രേ, വാ. പതിവ് മുടക്കണ്ട. രാമൻ കർത്താവ് അന്യൊന്നുമല്ല. വാങ്ങിക്കൂടി. മാലയോഗമൊന്നും ആയില്ല. ആലോചനകൾ കുറെ വന്നു, ഒന്നും ആയില്ല. ഇപ്പൊ ഒരെണ്ണം ഏതാണ്ട് അടുത്ത് വന്നിട്ടുണ്ട്. പാരമ്പര്യവും സൂക്കേടും ഒന്നും അവർക്ക് വിശ്വാസമില്ല എന്നാ പറഞ്ഞ്. പിന്നെ ഒക്കെ ഒരു യോഗ. എത്ര ശാപാന്നൊക്കെ പറഞ്ഞാലും മരത്തേമ്പിള്ളി തറവാട്ടിലൊരു പെണ്ണ് യോഗ ഇല്ലാണ്ട് നിന്ന് പോയിട്ടില്ല. ഒക്കെ ശരിയാവും. ചോറ് മുഴുവനും ഉണ്ടോ? ഉണ്ട്. ഇന്ന് അമ്മമ്മ സന്തോഷത്തിലാ. എന്നിട്ട് നോക്കിയേ, കഥ പറയാൻ തുടങ്ങിയപ്പം ചെറുക്കന്റെ ഉറക്കം പോയ പോക്ക്. എന്നിട്ട് പറയാച്ചാ. ആ, മാണിക്ക് അരപ്പട്ടയെന്നെടുത്ത് കാണിച്ചതോടുകൂടി രാക്ഷസന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ഉടനെ മന്ത്രികുമാരൻ വാളെടുത്ത് ഒരൊറ്റ വെട്ട ദാ കിടക്കുന്നു രാക്ഷസന്റെ തല. മാണിക്യം കാണിച്ചപ്പോ മന്ത്രികുമാരനെ കാഴ്ച പോയില്ലേ? ഇടി മണ്ടൂസെ, കഥയിൽ ചോദ്യമില്ല. എന്നിട്ട് എന്നിട്ട്
സുന്ദരിയായ രാജകുമാരിയെ കല്യാണം കഴിച്ച് മന്ത്രികുമാരൻ സുഖമായിട്ട് ജീവിച്ചു. രാജകുമാരി അത്ര സുന്ദരിയാ? പിന്നെ അതിസുന്ദരി, നിന്റെ അമ്മയെ പോലെ. അച്ഛാ നമുക്ക് പ്രാന്ത് വരുമോ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? മുത്തച്ഛി. നുണ, മുത്തു നുണ. മുത്തശ്ശി പറയുന്നതൊക്കെ നുണക്കഥകളാ. മോൻ അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. എവിടെയായിരുന്നു നീ? നേരെ എന്തായിന്നറിയോ? ഗോപി വന്നു. നീ എന്നവന് ചോറ് കൊടുക്ക്. അമ്മയുണ്ടല്ലോ അവിടെ. അമ്മ ഒന്നും രണ്ടും പറഞ്ഞ് അവൻ ഉണ്ണാതിട്ടേച്ച് പോവും. നീ ചെല്ല്. ഊണ് കഴിക്കാവും. അല്ല, കുളിക്കുക. ഓ, പാതിരാത്രി അവിടെ വരെ ചുറ്റണോ? നിനക്ക് ഇത്തിരി നേരത്തെ വന്നാൽ എന്താ? വന്നിട്ട് എന്ത് ചെയ്യാന്? രക്ഷപ്പെട്ടാ മതി ഇവിടുന്ന്. എങ്ങട്? എങ്ങടെങ്കിലും. നരകത്തിലേക്കാണെങ്കിൽ ഇതിനും ഭേദ. എന്താ ചിരിക്കണത്? മടുത്തു വേട്ടത്തി. അന്ധവിശ്വാസവും പാരമ്പര്യവും ഭ്രാന്തും. പഴയ ആൾക്കാരല്ലേ എന്ന് വെച്ച് കൊല്ലാവല്ലോ എന്തിനാ നാട്ടാരെ കുട്ടി കോലം തുള്ളല്? മരുത്തമ്പള്ളി തറവാട് ഭ്രാന്തന്മാരെയാണെന്ന് കൊട്ടിഘോഷിക്കാനും, അല്ലെങ്കിൽ അടുത്ത തലമുറയിലെ ഭ്രാന്തന്മാരായി ഞങ്ങളെയൊക്കെ നാട്ടുകാരെ മുമ്പിൽ വേഷം കെട്ടിക്കാനും. കെട്ടുപ്രായം കഴിഞ്ഞ ഒരു പെണ്ണിവിടെ ഉണ്ടെന്നെങ്കിലും ഓർക്കണം. കുമാരാ, കുരുത്തോല വെട്ടിയോ? ഇല്ല, ഇനി ഇത് എപ്പോഴാ പോയി. കാഫലം കുറഞ്ഞ് തങ്ങേന്ന് വെട്ടണം. ചെത്തിപ്പൂ പോരാണ്ട് വരും. എന്നാ കൊണ്ടുവരണം. ഇവിടെ ഇരുന്നാ തനിയെ കൊലച്ച് വരുവോ? നമ്മുടെ ചെറുക്കര ശങ്കരനാരുടെ വീട്ടിലുണ്ട് ചെത്തി. ബാലാ, എന്തോ? 500 ഉറുപ്പിയുണ്ട്. ഇപ്പോ തികയുവോ? ആ, ഇത് എവിടെ നിന്നാ എന്താന്നൊന്നും നീ അറിയണ്ട. കാര്യം നടക്കട്ടെ. വല്യമ്മാമയ്ക്ക് പണത്തിനേ കുറവുള്ളൂ. മരത്തേമ്പള്ളി തിറവാടിന്റെ മിറ്റത്ത് നിന്ന് ഒരാളും കാശിന്റെ കണക്ക് പറയരുത്. അകന്നു നിന്നോളൂ, അടുത്തേക്കൊന്നും പോണ്ട. ശ്രീധര, ബഹളൊന്നും ഉണ്ടാക്കണ്ട. ഉണ്ടാക്കിയാ അറിയാലോ നിനക്ക്. കർത്താവിന്റെ അടുത്ത് വേണ്ടാട്ടോ, നല്ല ചുട്ട പട കിട്ടും. എണീക്ക്. നടക്ക്. നടക്കടോ. ഇവിടെ നടക്കാനല്ലേ പറഞ്ഞ്? നടക്കൂ.
വന്നില്ല എന്ന്. അവനോട് വരാൻ പറയാ. വെറുതെ ശാപം ഏറ്റ് തലേ വെക്കണോ? ചെല്ലേ. നീ വരണില്ലേ? ഇല്ല, എനിക്ക് വയ്യ ഈ ദുരന്തത്തിൽ പങ്കുചേരാൻ. ഇതിന്റെ ഭവിഷ്യത്തുകൾ ബാലേട്ടനെങ്കിലും മനസ്സിലാക്കാത്ത എന്താണെന്നാ എനിക്ക് അത്ഭുതം. എല്ലാം എനിക്കറിയാം ഗോപി. വല്യമ്മാമയും അമ്മയും എല്ലാരും നമുക്ക് നല്ലത് വരാമെന്ന് കരുതിയിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെ തിന്മയല്ല നന്മ വരുമെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ? അതും അറിയാം. പക്ഷേ അവരുടെ വിശ്വാസം അതിന് മാറ്റാൻ പറ്റില്ല. എല്ലാം വെറും അന്ധവിശ്വാസങ്ങളാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ശാപവും പാരമ്പര്യവും ഒന്നും നമ്മളെ ബാധിക്കില്ല. അപ്പോ അവരെ വേദനിപ്പിക്കാതിരിക്കാനെങ്കിലും നമുക്ക് വഴിയും കൊടുത്തൂടെ? എനിക്ക് പറ്റില്ല. അതിന്റെ പേരിൽ ഭ്രാന്ത് എനിക്ക് വരുന്നെങ്കിൽ വന്നോട്ടെ.